രാത്രി 12 മണി കഴിഞ്ഞിട്ടോ. അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയത്. ചായ കുടിച്ചാൻ വന്നതാണ് ആര് ആമി. ഞങ്ങളൊക്കെ ചായ എന്ന് പറഞ്ഞ് പോന്നിട്ട് മിനിമം ഫ്രൈഡ് റൈസ്, മീനോട്ടി, മക്രോണി. ആമിക്ക് എന്താ വേണ്ടേ? ആമിക്ക് എന്താ വേണ്ടേ? കഴിഞ്ഞോ? ഫ്രൈഡ് റൈസ്, ഗ്രീൻ പീസും ഗ്രീൻ പീസ്. ഫ്രൈഡ് റൈസ് കഴിഞ്ഞു. ഞാൻ ഓംപ്ലേറ്റ് പറഞ്ഞു. എൻ്റെ വയറൊക്കെ ഫുള്ളാണ് ഗൈസ്. അതുകൊണ്ട് എനിക്ക് ഒരു ഓംപ്ലേറ്റ് മതി. കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ ഈ നേരത്തും. അത് നോക്കിയിട്ട് കുറച്ച് ആൾക്കാര് ഇവിടെ. ആമി 12 മണിക്ക് വിളിച്ചു കൊടുത്തോണ്ട് ഇവിടെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ച അതൊക്കെ അവളെ മനസ്സിൽ മനസ്സിലതൊക്കെ തന്നെ. പോയിക്കോ മണി കൊണ്ടേക്കോ, മച്ചിനെ കൊണ്ടേക്കോ. ആമിൻ്റെ പോയിക്കോ. പോയോട്ട നേരത്തെ അങ്ങോട്ട് പോയില്ലേ? നന്നായി കുട്ടിയത് അല്ലേലും നല്ലോണം. ബൈക്കുമ്പോ പോക്കോളൂ വേണ്ടേ? ഓർക്കെന്ന് വിളിച്ചോർന്ന് കൊണ്ടല്ലേ ഞങ്ങളെ കണ്ടാ ഉറക്കൊന്നുമില്ലേ മിനിമം? മക്രോണി ആ ഇത് 5-6 ആൾക്കാർക്ക് 12 മണി. ഞങ്ങൾക്കില്ല പോസ്റ്റും കൊറേ ഉണ്ടല്ലോ. ഗ്രീൻ പീസ് വന്നിട്ട് നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ കഴിക്കൂല അതേമാതിരി കഴിക്കും. മിനിമന്റെ സ്പെഷ്യലാണ്. മിനിമ അതാ പറഞ്ഞ എടുത്തേക്ക് നീക്കി. ഞാൻ ഓംപ്ലേറ്റാ പറഞ്ഞത്. ഇവിടെ എനിക്കില്ല ഓംപ്ലേറ്റ് വന്നു കേട്ടോ. ഓംപ്ലേറ്റ് ഇതാകെ കുത്തിച്ച് എനിക്കിങ്ങാണ്ട് കൊണ്ടുവന്ന് എന്നാലും രസമുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ മുഖത്തൊക്കെ നോക്കിയിരിക്കുക. അതുകൊണ്ട് ഓരോന്ന് ചോദിക്കണം. എല്ലാം ട്രൈ ചെയ്യും. അതിനെ അടങ്ങാറാക്കുന്നു. എങ്ങനെയുണ്ട്? പന്ത്രണ്ട് മണിക്ക് വന്നിട്ട് 2 മണിയായിട്ടോ തിരിച്ചു പോവാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് ആളൊഴിഞ്ഞ റോഡ് എടവണ്ണ. എങ്ങനെ ഒരു കല്യാണത്തിന് വന്നതാണ്. കാരണം ഞാനിവിടെ ഏട്ടത്തിൻ്റെ ഉപ്പച്ചിൻ്റെ പെങ്ങളെ കുട്ടീൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി വന്നത്. എന്താണ് അപ്പം ഞങ്ങളെ കണ്ട വീട്ടിൽ നിന്ന് എല്ലാവർക്കും ഒരിക്കലൊക്കെ പോകണം. അപ്പം അങ്ങനെ ഇറങ്ങിയതാണ്. ഒരു ഒറ്റക്കാകുമ്പോൾ രസമല്ലല്ലോ. അപ്പം ഞങ്ങളും കൂടി വരാൻ കാത്തുക്കുമല്ലോ എല്ലായിടത്തിനും. അപ്പം അങ്ങനെ പോകുന്നതാട്ടോ. തിരിച്ചു പോട്ടെ. 2 മണിയാവാനായി. എപ്പോഴാണ് കിടന്നുറങ്ങുക?